ടോപ്പിക്കിൽ ട്രെയിനർ, സൈക്കോളജിസ്റ്റ്, NSDC മാസ്റ്റർ ട്രെയിനർ ആൻഡ് സർട്ടിഫൈഡ് ലൈഫ് കോച്ചായ ഡോക്ടർ സജന മാമിനെ ക്ഷണിക്കുന്നു. വെൽക്കം മാം. Thank you. Good morning, everyone. Good morning. Good morning, ma'am. Good morning, ma'am. First of all, thank you so much. ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ആദ്യമായിട്ടാണ്. എൻ്റെ ടോപ്പിക് സെൻ ഓഫ് സെസ്റ്റ് ആണ്. നമ്മൾ ഈ ഒരു പുതിയ വർഷത്തിലേക്ക് കടന്നിപ്പോൾ ഒരു മൂന്നാമത്തെ മാസം ആയിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മൾ കുറെ ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ സ്വയം ചോദിച്ചു നോക്കുക, എല്ലാ കാര്യങ്ങളും ഒരു ഫ്ലോയില് വളരെ നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ടോ, അതോ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ സ്റ്റക്കായി പോയിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് സ്വന്തം വിലയിരുത്തി നോക്കാം. അപ്പോ പലർക്കും ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പിന്നെ ചെയ്യാം എന്നുള്ള രീതിയിൽ ഒരു ലാക്ക് ഓഫ് എനർജി വരുമ്പോൾ അത് മാറ്റി വെക്കും. അതല്ലെങ്കിൽ പിന്നെ എന്നുള്ളതിൽ ഇങ്ങനെ മാറ്റിവെച്ച് നമ്മൾ വിചാരിച്ച ഒരു രീതിയിലേക്ക് എത്താതെ പോകും. അപ്പൊ അങ്ങനെയുള്ള ഒരു ലേസിനെസ്സും ഒരു പ്രൊക്രാസ്റ്റിനേഷനും ഒക്കെ കുറച്ച് ഫുൾ എനർജിയോടുകൂടി ഇന്നർ മോട്ടിവേഷനോടുകൂടി നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ജാപ്പനീസ് കുറച്ച് ടിപ്സ് ആണ് ഞാനിവിടെ സെൻ ഓഫ് സെസ്റ്റ് എന്ന ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇക്കിഗായി ആണ്. ഇക്കിഗായി കുറച്ചു പേരെങ്കിലും കേട്ട് കാണും അല്ലെ? ഇക്കിഗായി. അതില് നമ്മള് ഇക്കിഗായി എന്ന് പറയുമ്പോൾ തന്നെ നമ്മള് നമ്മുടെ ലൈഫിൽ ഒരു പർപ്പസ് കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മുടെ ലൈഫിന്റെ ഒരു ജീവിതം ഒരു മീനിങ് ആക്കുക എന്നൊക്കെ പറയാം. അതായത് നമ്മള് രാവിലെ തന്നെ ബെഡിൽ നിന്നും നമുക്ക് എഴുന്നേക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാകണം എന്നാണ് പറയുന്നത്. അതിൽ 4 റൂൾസ് ആണ് ഈ ഇക്കിഗായിൽ വരുന്നത്. അതായത് നമ്മള് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുക. ആ ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ലോകത്തിന് സെർവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അതേസമയം നമ്മൾ അതിൽ നല്ല ടാലന്റഡ് ആയിരിക്കണം. പിന്നെ ഈ ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് ഒരു ഏർണിംഗ് കൂടെ ഉണ്ടായിരിക്കണം. ഈ 4 കാര്യങ്ങളും ചേരുന്ന ഒരു കാര്യമാണ് നമ്മളൊരു പർപ്പസ് ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ ലൈഫിൽ നല്ലൊരു മീനിങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഞാനാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ഇക്കിഗായി എന്ന് പറയുന്നതാണ് ഈ ട്രെയിനിങ്ങും കൗൺസിലിംഗ് ഒക്കെ. അതുകൊണ്ടാണ് ഞാനിപ്പം നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ എത്തിയിരിക്കുന്നത്. നമുക്ക് ആ ഒരു ഫുൾ എനർജി ലെവലിൽ ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ടതായിരിക്കണം ചെയ്യേണ്ടത് ഈ ഇക്കിഗായി ഫോളോ ചെയ്യുമ്പോൾ. അപ്പോ ഈ ഒരു കാര്യം നമ്മൾ കുട്ടികളുടെ ഇടയിൽ ഈ കരിയർ ഗൈഡൻസിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട്. നമ്മള് കുട്ടികൾ ഇപ്പം ഇഷ്ടമില്ലാത്ത ഒരു കോഴ്സൊക്കെ സെലക്ട് ചെയ്ത് പോകുമ്പോൾ പലപ്പോഴും ഇപ്പം കേട്ടിട്ടുണ്ട്, എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിലും അവരൊന്നും പാസ്സായി. എനിക്കിപ്പോ കൗൺസിലിങ്ങിന് ഒരു കുട്ടി കഴിഞ്ഞ ദിവസം വന്നായിരുന്നു. അവന് 25 പേപ്പർ ക്ലിയർ ചെയ്യാനുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞത് പാരന്റ്സ് നിർബന്ധിച്ച് ചേർത്തിയ കോഴ്സാണെന്നാണ്. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്യുന്നതും മറ്റുള്ളവരുടെ നിർബന്ധത്താൽ ചെയ്യുന്നതൊക്കെ ഉള്ള ഒരു വ്യത്യാസമാണത്. അപ്പം നമ്മള് ഈ ഒരു കരിയർ ഗൈഡൻസിന്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് വരുന്നത് ഈ ഒരു ഇക്കിഗായി ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ കുട്ടികൾ അതിനു വേണ്ടിയിട്ട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം കാരണം നമ്മളൊരു ജോലിയൊക്കെ ചെയ്യാന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ടൈം നമ്മുടെ ജോലിയിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും ബോറിംഗ് ആയിരിക്കും. ചില ആൾക്കാർ പറയും കുറെ കഴിയുമ്പം ജീവിതത്തിൽ ഒരു സന്തോഷം എന്താന്ന് അറിയാൻ പറ്റണില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു കാരണം ഇതാണ്, അവര് എന്തൊക്കെയോ ചെയ്യുന്നു, അപ്പൊ ഒരു പർപ്പസ് കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഫൈൻഡ് യുവർ പേർപ്പസ്, അതാണ് ഇക്കിഗായി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് സെക്കൻഡ് വൺ, കേസൻ. കേസൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ ഇംപ്രൂവ്മെന്റ് നമ്മൾ നമ്മുടെ ഗോളിൽ ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ വലിയ വലിയ ഗോൾസ് ഒക്കെ ആയിരിക്കാം,
പക്ഷെ നമ്മള് ഇപ്പം ഒരാള് ഒരു 10 കിലോ കുറയ്ക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സസൈസ് ഒക്കെ നമ്മളിപ്പം ന്യൂ ഇയർ റെസൊല്യൂഷനിലൊക്കെ നമ്മൾ അങ്ങനെ ഭയങ്കര കാര്യമായിട്ട് എഴുതും. ജനുവരി 1 ചിലര് 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ഒക്കെ എക്സസൈസ് നടക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കും. അത് കുറെ കഴിയുമ്പം ഒരു ജനുവരി അവസാനത്തോടു കൂടി കുറഞ്ഞു വരുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾ കാണാറുണ്ട്. അതിന്റെ കാരണം ഇതാണ്, നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്തിട്ട് ചെയ്യാതെ വരുമ്പോൾ നമ്മുടെ ബ്രെയിനിന് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിങ്ങനെ കുറച്ച് ഇങ്ങനെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ബേബി സ്റ്റെപ്സ് എടുക്കാന്നാ പറയാ. ഒരു 1% എങ്കിലും നമുക്കൊരു ഗോൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, കുറെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു 1% എങ്കിലും നമ്മുടെ ഗോളിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക. അപ്പൊ 1% ഇംപ്രൂവ്മെന്റ്. ഇപ്പൊ നമ്മൾ വലിയ വലിയ ആൾക്കാരുടെ സക്സസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിലല്ല അവര് സക്സസിലേക്ക് എത്തിയിട്ടുണ്ടാവുക. അവര് ചെറുതായിട്ട് തുടങ്ങി അങ്ങ് പോയതായിരിക്കും. അപ്പൊ ഈ ബേബി സ്റ്റെപ്സ് എടുക്കാന്ന് പറയുന്നത് നമുക്ക് മടുപ്പുണ്ടാക്കില്ല. കാരണം കുറച്ചാവുമ്പോൾ നമ്മൾ എന്തായാലും അത് ചെയ്യും. അപ്പൊ അത് നമ്മുടെ ഹാബിറ്റായിട്ട് നമ്മുടെ ബ്രെയിനിൽ കോഡ് ചെയ്യുമ്പോൾ പിന്നെ നമുക്കത് പിന്നെ വേണമെങ്കിൽ പതുക്കെ അങ്ങ് കൂട്ടിക്കൊണ്ടുവരാം. ഇപ്പൊ ഒരു ബുക്ക് വായിക്കണം, റീഡിങ് ഹാബിറ്റ് ഒക്കെ തുടങ്ങാന്നും പറഞ്ഞ് ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക, ഒരു ദിവസം തന്നെ ഒരു ബുക്ക് വായിക്കാൻ ശ്രമിക്കും. ചിലപ്പോൾ അത് തീരില്ല, കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് നിൽക്കും. അതേസമയം നമ്മൾ ഒരു പേജ് എവറി ഡേ, ഒരു പേജ്, അതല്ലെങ്കിൽ കുറച്ച് ഏതെങ്കിലും ഒരു ടോപ്പിക് ഒരു ദിവസം എന്നുള്ള രീതിയിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഹാബിറ്റ് ഫോം ചെയ്യാനും പറ്റും. കുറെ ബുക്സ് നമുക്ക് വായിച്ച് തീർക്കാനും പറ്റും. എക്സസൈസിന്റെ കാര്യമായാലും എന്ത് ഹാബിറ്റിന്റെ കാര്യമായാലും നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. കുറെ നടക്കുന്നതിന് പകരം ഒരു 5 മിനിറ്റ് നടക്കുക, ആ രീതിയിൽ. പിന്നെ വരുന്നത് സോഷിൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. സോഷിൻ എന്ന് പറഞ്ഞാൽ ബിഗിനേഴ്സ് മൈൻഡ്. നമ്മൾ എത്രയൊക്കെ ഡിഗ്രി ഉണ്ടെങ്കിലും എത്രയൊക്കെ വലിയ എക്സ്പേർട്ട് ആണെങ്കിലും നമുക്ക് ഒരു കാര്യത്തിനെ സമീപിക്കുമ്പോൾ, ഒരു കാര്യം പഠിക്കാൻ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ ട്രെയിനിങ് സെഷനിൽ തന്നെ ഇരിക്കുമ്പോൾ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നതായിരിക്കും. പക്ഷെ അപ്പോഴും നമ്മൾ ഇതൊക്കെ എനിക്ക് അറിയാം എന്നുള്ളൊരു ഇതിൽ നിന്നും വ്യത്യാസമായിട്ട് ഒരു കുഞ്ഞിനെ പോലെ ക്യൂരിയസ് ആയിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ, അതിനാണ് ബിഗിനേഴ്സ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഓപ്പൺ ആവാൻ പറ്റും, നമുക്ക് കുറച്ചും കൂടെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. ജോൺ ലോക്കിന്റെ ടാബുലോ രാസ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ആരും ജനിക്കുന്നത് പ്രത്യേകം എന്തെങ്കിലും കണ്ടന്റോട് കൂടിയൊന്നുമല്ല നമ്മൾ ജനിക്കുന്നത് എന്നുള്ളതാണ്. ഒരു ഒഴിഞ്ഞ സ്ലേറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ നമ്മൾ എപ്പോഴും ആ ഒരു രീതിയിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പുതിയ കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനും ആ ഒരു എനർജി ലെവല്, നമ്മളിപ്പോ ഒരു പുതിയ കാര്യം പഠിക്കുമ്പോൾ നമ്മൾ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും അല്ലെ, നമുക്ക് കൂടുതൽ ഇഷ്ടത്തോടുകൂടി പഠിക്കാൻ പറ്റും. പക്ഷെ നമുക്ക് എല്ലാം അറിയാന്നുള്ള ഒരു ധാരണയിൽ ഇരിക്കുമ്പോൾ നമുക്കത് ബോറായിട്ടൊക്കെ തോന്നും. അപ്പം ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർക്ക് എപ്പോഴും ഒരു ബിഗിനേഴ്സ് മൈൻഡ് സെറ്റ് ആയിരിക്കും എന്നാണ് പറയണത്. അതിനെയാണ് സോഷ്യൻ എന്ന് പറയുന്നത്. നമ്മൾ എനർജി ചോർന്നു പോകാതിരിക്കാൻ ഈ ഒരു മൈൻഡ് സെറ്റ് എപ്പോഴും കൊണ്ടു നടക്കുക എന്നാണ് ജാപ്പനീസുകാർ പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ഹരഹാച്ചിബു. ഹരഹാച്ചിബു എന്ന് പറഞ്ഞാല് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു 80% ഫുള്ളാകുമ്പോഴത്തേനും നമ്മൾ നിർത്തുക എന്നാണ് പറയുന്നത് ഫുഡ് കഴിക്കുന്നത്. നമുക്കറിയാലോ, ഒരു കല്യാണത്തിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് നെക്സ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഒരു ബെഡ് കിട്ടിങ്ങി കിടക്കാന്നായിരിക്കും. കാരണം വയറ് ഫുള്ളായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു ക്ഷീണാണ് തോന്നുന്നത്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുറെ ഫുഡ് കഴിക്കുമ്പോൾ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എനർജി അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോഴാണ് നമുക്ക് സ്ലീപ്പി ആയിട്ട് തോന്നുന്നത്. നമ്മൾ എപ്പോഴും ഫുഡ് കഴിക്കുമ്പോൾ ഒരു 80% മാത്രം കഴിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇതുകൊണ്ടുണ്ടാകുന്ന ഒരു സ്ലീപ്പി നേച്ചറും ആ ഒരു ലേസിനെസ് ഒക്കെ ഒഴിവാക്കാൻ പറ്റുന്ന പറയണം. അപ്പം അറേബ്യയില്
പണ്ട് കാലത്ത് മറ്റ് കൺട്രീസിൽ നിന്നൊക്കെ ഡോക്ടേഴ്സ് ഒക്കെ വരുമ്പോ അവർക്ക് ഡോക്ടേഴ്സിന് പേഷ്യൻസിനെ ഒന്നും കിട്ടണില്ല എന്ന് അവര് പറയും. അപ്പൊ അവിടുത്തെ ആൾക്കാർ പറയും, ഞങ്ങള് വിശക്കുമ്പോ മാത്രം, വിശപ്പ് തീർക്കാൻ വേണ്ടി മാത്രം ഭക്ഷണം കഴിക്കുന്നവരാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് പേഷ്യൻസിനെ കിട്ടാൻ സാധ്യതയില്ല എന്ന് പറയും. അതായത് രോഗങ്ങളും ഒക്കെ കുറവായിരിക്കും അവിടെ. അപ്പൊ അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഹരാ ഹാച്ചിബു എന്ന് പറയുന്നത്. അപ്പൊ ഇവര് ഈ ഫുഡൊക്കെ ഒരുപാട് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ പാത്രങ്ങളിലായിരിക്കും ഫുഡൊക്കെ കഴിക്കുക. അപ്പൊ തന്നെ ഒരു കുറേ ഉണ്ടെന്നുള്ള ഒരു ഫീല് നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പൊ കുറച്ച് ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ആ എനർജി ലെവൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു ഇസ്ലാമിക് വ്യൂവിൽ പറയുന്ന ഒരു കാര്യം, 1/3 ഭാഗം ഫുഡും, ഒരു ഭാഗം വാട്ടറും, പിന്നെ ഒരു ഭാഗം ഒഴിച്ചിടാന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു എനർജി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ അതൊരു ജാപ്പനീസ് കോൺസെപ്റ്റ് ആണ്. പിന്നെ വരുന്നത് ഷിൻറിൻ യോക്കു എന്നുള്ളതാണ്. നമുക്ക് ഒരുപാട് സ്ട്രെസ് ഒക്കെ വരുമ്പോൾ നമ്മുടെ എനർജി ലെവല് കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതിന് ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. ഇതിൽ ഇവര് മെയിനായിട്ട് പറയുന്നത്, ജപ്പാൻകാര് മെയിനായിട്ട് പറയുന്നത് ഷിൻറിൻ യോക്കു ആണ്. അതായത് നേച്ചർ ബാത്ത്, ഫോറസ്റ്റ് ബാത്ത് എന്നൊക്കെ പറയും. ഇവിടെ നമ്മളിപ്പോ ഒരു ചെരുപ്പില്ലാതെ ഒന്ന് മണ്ണിലൊക്കെ നടക്കുവാണെങ്കിൽ ഗ്രൗണ്ടിങ് എന്നൊക്കെ പറയുന്ന പ്രോസസ്സ് അവിടെ നടക്കും. നമ്മുടെ 5 സെൻസസ് നമ്മൾ നേച്ചറിലേക്ക് പോയി കഴിയുമ്പോൾ നമ്മുടെ 5 സെൻസസും ആക്റ്റീവ് ആകാണ്. മൈൻഡ്ഫുൾ ആയിട്ട് നേച്ചർ വാക്ക് നടത്തുക, നമ്മുടെ ബ്രെയിൻ നമ്മുടെ കാഴ്ചകള്, നല്ല നല്ല ഭംഗിയുള്ള കാഴ്ചകള്, മരങ്ങള്, ചെടികള്, പൂക്കള്, ബേർഡ്സ്, അതിനെയൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ ആ ഒരു കണ്ണിനുണ്ടാകുന്ന ആ ഒരു കുളിർമ, അതുപോലെ ബേർഡ്സിന്റെ സോങ്സ് ഒക്കെ കേൾക്കുക, അതുപോലെ നമ്മുടെ 5 സെൻസസും അവിടെ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അത് സ്ട്രെസ് കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. മാത്രമല്ല ഒത്തിരി പോസിറ്റീവ് എനർജി നമ്മുടെ ബോഡിയിലേക്ക് കയറുന്നാണ് പറയുന്നത്. ഇപ്പം ഞാനൊക്കെ കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞ് വരണമെങ്കിൽ നമുക്ക് ഭയങ്കര നെഗറ്റീവ് എനർജി ആയിരിക്കുമല്ലോ. കൗൺസിലിംഗ് എന്നൊക്കെ പറയുമ്പോൾ കുറേ പ്രശ്നങ്ങളാണല്ലോ നമ്മൾ ഈ കേൾക്കുന്നത്. അപ്പൊ നമുക്ക് വന്നിട്ട് കുറച്ചു നേരം ചെടികളുടെ കൂടെയൊക്കെ നിന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ചേഞ്ച് ശരിക്കും ഫീൽ ചെയ്യാറുണ്ട്. അതുപോലെ പൂക്കള്, പിന്നെ പണ്ട് കാലത്തൊക്കെ നമ്മൾ ഇങ്ങനെ നടക്കുമ്പോ പറമ്പിലൊക്കെ നടക്കുമ്പോ വാഴയുടെ കൊമ്പിന്ന് ഇതൊക്കെ എടുത്ത് കഴിക്കുമല്ലേ, ആ ഒരു തേനൊക്കെ എടുത്തിട്ട്. അപ്പൊ ഈ 5 സെൻസ്, ആ ടേസ്റ്റ് എന്നുള്ള ആ ഒരു ഇതവിടെ വരുന്നുണ്ട്. പൂക്കളുടെ തേൻ എടുത്തിട്ട് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെ നമ്മുടെ 5 സെൻസസ് മെഡിറ്റേഷനാണ് അവിടെ ശരിക്കും നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യുമ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, നമ്മൾ അറിയാതെ തന്നെ. അപ്പൊ ഈ ഒരു എനർജി ലെവല് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇനി വരുന്നത് വാബി സാബി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. വാബി സാബി എന്ന് പറയുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അതായത് നമ്മൾ ആ ഒരു എന്ത് ഫ്ലോസിനെയും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക, നമുക്ക് ഫൈൻഡ് ദ ബ്യൂട്ടി ഇൻ ഇംപെർഫെക്ഷൻ എന്നുള്ളതാണ്. അതായത് നമ്മള് ഒരുപാട് കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടാവും. നമ്മൾ ചെയ്യുന്ന ജോലിക്കായിക്കോട്ടെ, നമ്മളിപ്പോ ഒരു പ്രൊജക്ട് ചെയ്യാണ്, അതിൽ നമ്മൾ ഒരുപാട് നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും ഇതൊക്കെ വരുന്നുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ ഒരാളായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം അയാളിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ ആ നെഗറ്റീവ്സിനെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട്, ഒരു പേഴ്സൺ പെർഫെക്റ്റ് അല്ല അല്ലെങ്കിൽ ഒരു കാര്യം പെർഫെക്റ്റ് അല്ല എന്നോ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിന് നമുക്കൊരു നെഗറ്റീവ് എഫക്റ്റ് ഫീൽ ചെയ്യില്ല. ഇപ്പൊ ബന്ധങ്ങളിലാണെങ്കിൽ തന്നെ അല്ലെ, അത് ഈ വാബി സാബി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പെർഫെക്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ആൾക്കാരുണ്ടാവും? ഇല്ലല്ലോ, എന്തെങ്കിലുമൊക്കെ ഫ്ലോസ് ഉണ്ടാവും. അപ്പൊ ആ ഒരു ഫ്ലോസോട് കൂടിയിട്ട് നമ്മള് അവരെ ആക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഈ വാബി സാബിയുടെ ആ ഒരു കോൺസെപ്റ്റ്. അപ്പം ആദ്യം തന്നെ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുക, നമ്മളോട് കമ്പാഷനേറ്റ് ആവുക. നമുക്ക് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്. അപ്പൊ ആ നെഗറ്റീവ്സോട് കൂടി തന്നെ നമ്മളെ ഇഷ്ടപ്പെടുക, നമ്മളെ അംഗീകരിക്കുക. അങ്ങനെ ചെയ്യുന്നവർക്ക് മാത്രമാണ് മറ്റുള്ളവരുടെ ആ ഒരു
കുറ്റങ്ങളും കുറവുകളും ഒക്കെ അംഗീകരിക്കാനും പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഈ ഒരു കോൺസെപ്റ്റ് നമ്മുടെ ലൈഫിൽ പകർത്തുകയാണെങ്കിൽ ഒരുപാട് ഏരിയകളിൽ നമുക്ക് ചേഞ്ച് ഉണ്ടാവും. പ്രൊഫഷണലി മാത്രമല്ല, നമ്മുടെ വീടുകളിൽ, ബന്ധങ്ങളിൽ ഒക്കെ നമുക്ക് ആ ഒരു ചേഞ്ച് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പം ഈ പ്രശ്നങ്ങൾ വരുമ്പോഴൊക്കെയാണ് ശരിക്കും നമ്മുടെ എനർജി ലെവൽ താഴുന്നത്. നമുക്ക് സ്ട്രെസ് വരുമ്പോൾ ഒക്കെ എന്താ ഉണ്ടാവുക, നമ്മുടെ എനർജി ലെവൽ താഴും. അപ്പൊ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോകാതെ ഇരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അതുകൊണ്ട് ഈ വാബി സാബി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി ചേഞ്ച് ഉണ്ടാവും. നെക്സ്റ്റ് ഗ്യാൻബാരു. ഗ്യാൻബാരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം കുറേ ചെയ്യാന്നുള്ളതല്ല, നമ്മൾ ചെയ്യുന്നതിലുള്ള ഒരു കമ്മിറ്റ്മെന്റ്, ചെയ്യുന്നത് ഒരു ജെന്യുവീൻ ആയിട്ട് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ ഒരു അത്ലറ്റ്, വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു അത്ലറ്റ്, ഇപ്പൊ അദ്ദേഹത്തിന് ഒരു ഇഞ്ചുറി വന്നു, ചെയ്യാൻ പറ്റണില്ല എന്നുള്ളതാണെങ്കിൽ കൂടിയും ആളുടെ ഒരു മാക്സിമത്തിൽ നിന്നുകൊണ്ട് അത് മുറിവുണങ്ങാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ചുള്ള, കാരണം പെർഫോം ചെയ്യണം, അപ്പൊ അതിനനുസരിച്ചുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക, എത്രയും പെട്ടെന്ന് മാറി പതുക്കെ പതുക്കെ, എന്നാലും അതിൽ നിന്ന് വിട്ടുപോകാതെ പതുക്കെ പതുക്കെ ആ ഒരു ഇതിലേക്ക് വീണ്ടും അദ്ദേഹത്തിന്റെ ആ ഒരു ആക്ടിവിറ്റിയിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ട് പതുക്കെ പതുക്കെ മൂവ് ഓൺ ആവുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ കുറെ സമയം അതിനുവേണ്ടി ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ ചെയ്യുന്നത്, ഇപ്പൊ നമ്മുടെ ജോലികളിലാണെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യം കുറെ ചെയ്യുന്നതിനപ്പുറം ചെയ്യുന്നത് എത്രമാത്രം നമ്മൾ ജെന്യുവിൻ ആയിട്ട്, പെർഫെക്ഷൻ അല്ല, ജെന്യുവിൻ ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഗ്യാൻബാരു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ്, the last one is ഗാമൻ. ഗാമൻ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ നമ്മൾ എപ്പോഴും ഒരു നെഗറ്റീവ്, നമ്മൾ എപ്പോഴും പറയും പോസിറ്റീവായി ചിന്തിക്കണം, പോസിറ്റീവായി ചിന്തിക്കണം എന്നുള്ളത്. നമ്മളെപ്പോഴും പല കാര്യങ്ങളും നെഗറ്റീവായിട്ടും കൂടെ നമ്മൾ മനസ്സിലാക്കണം. നെഗറ്റീവായിട്ടും സംഭവിക്കാം, അല്ലെ, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. നമ്മൾ ആ ഒരു അൺസർട്ടനിറ്റി, ലൈഫിലെ അൺസർട്ടനിറ്റീനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അവിടെ ഒരു പേഷ്യൻസ് വേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ വർക്ക് തീർന്നോളണം എന്നില്ല, നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ റിസൾട്ട് കിട്ടിക്കൊള്ളണം എന്നില്ല. എന്നാലും അതിൽ നിന്ന് പിൻവാങ്ങാതെ നമ്മളുടെ ആ ഒരു ഡെസ്റ്റിനേഷനിലേക്കുള്ള നമ്മുടെ ആ ഒരു യാത്ര എൻജോയ് ചെയ്തുകൊണ്ട് ആ പേഷ്യൻസോട് കൂടി നമ്മൾ ഓരോ ചുവടുകളും വെക്കുക. അവിടെ പേഷ്യൻസ് ആൻഡ് പെർസെവറൻസ് എന്നുള്ളതാണ് ഈ ഗാമൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫെയിലിയർ ഒന്നും നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട്, ഒരു നെഗറ്റീവ് വിഷ്വലൈസേഷൻ എന്നൊക്കെ പറയും, നമ്മൾ ഇങ്ങനെയും സംഭവിക്കാം എന്നറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് അവിടെ പ്രശ്നം ഉണ്ടാവില്ല. നമ്മളത് എല്ലാം ഓക്കെ ആയിട്ടേ പോകുള്ളൂ എന്നുള്ളൊരു ഉറപ്പിലാണ് നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പം പെട്ടെന്ന് ഒരു ഫെയിലിയർ വരുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളത് എക്സ്പെക്ട് ചെയ്തുകൊണ്ട്, നെഗറ്റീവ് റിസൾട്ടും കൂടെ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാന്നുള്ളതാണ് ഈ ഗാമൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് ജാപ്പനീസ് ടെക്നിക്സ്, ഇപ്പൊ ഈ ഇക്കിഗായി എന്നൊക്കെ പറയുന്നത് ഒരു വലിയൊരു ടോപ്പിക് തന്നെയാണ്. ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഷോർട്ടായിട്ട് പറഞ്ഞെന്നുള്ളൂ. അപ്പൊ ഈ ഒരു 8 കാര്യങ്ങളാണ് നമ്മൾ എനർജി ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ടും, അതുപോലെ നമ്മുടെ പ്രൊക്രാസ്റ്റിനേഷൻ, നമ്മൾ നീട്ടിവെക്കുന്ന ആ ഒരു സ്വഭാവം ഇല്ലാതിരിക്കാനും നമുക്ക് ചെയ്യാൻ പറ്റുക. പിന്നെ കുറെ ടെക്നിക്സ് ഉണ്ട്, പൊമഡോറോ എന്നൊക്കെ പറയുന്ന ടെക്നിക്സ് ഒക്കെ ഉണ്ട്. അതായത് 25 മിനിറ്റ് നമ്മൾ വർക്ക് ചെയ്യുക, 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുക, ആ രീതിയിലുള്ള കുറെ ഒരുപാടുണ്ട്. ഞാനൊരു കുറച്ച് സെലക്ട് ചെയ്ത് പറഞ്ഞതാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എല്ലാ കാര്യങ്ങളും അപ്ലൈ ചെയ്തില്ലെങ്കിലും കുറച്ച് കാര്യങ്ങൾ നമ്മൾ കേസൻ പറഞ്ഞ മാതിരി കുറച്ച് കാര്യങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്ത് അത് നമ്മുടെ ഹാബിറ്റാക്കി മാറ്റി വരുമ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോകാൻ പറ്റും. ഇങ്ങനെ നമ്മൾ ബേബി സ്റ്റെപ്സ് എടുത്തുകൊണ്ട് നമ്മൾ ഓരോന്ന് ലൈഫിൽ ഒരു ഹാബിറ്റാക്കി മാറ്റുവാണെങ്കിൽ
ഒരു ഇന്നർ മോട്ടിവേഷനോട് കൂടിയിട്ട് നമുക്ക് നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആകും എന്ന് തന്നെയാണ് എനിക്ക് എൻ്റെ പേഴ്സണൽ ലൈഫിൽ നിന്നും കൂടെ മനസ്സിലായിട്ടുള്ള കാര്യമാണ്. എന്നെ ശ്രവിച്ചതിന് എല്ലാവർക്കും നന്ദി. താങ്ക് യു മാം. അപ്പോ ഫീഡ്ബാക്ക് അറിയിക്കാനായി ബാക്കി ബി മാജിക് മെമ്പേഴ്സിനെ ക്ഷണിക്കുന്നു. പറഞ്ഞോളൂ. സാറേ, മാജിക് മോർണിംഗ് മാം, നല്ലൊരു സെഷനായിരുന്നു. ഒരുപാട് ടെക്നിക്സ് ആണ് ഇന്ന് കിട്ടിയത്. അത് ശരിക്കും പറഞ്ഞാൽ ഓരോ ദിവസത്തെ ക്ലാസ്സിലേക്ക് വരുന്നതിൽ വളരെ ഇലാബറേറ്റ് ചെയ്തിട്ടുള്ള സംഗതികളാണെങ്കിലും വളരെ പ്രിസൈസ് ആയിട്ട് നമുക്ക് ലളിതമായ രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. എല്ലാം നല്ല നല്ല കാര്യങ്ങൾ, ശരിക്കും അതിന്റെ കണ്ടന്റ് ശരിക്കായി രത്ന ചുരുക്കം നമ്മളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നല്ല ആ ജപ്പാനീസ് ടെക്നിക്സ് നമ്മളിലേക്ക് എത്തിച്ചതിന് വളരെയധികം നന്ദി പറയാണ്. സാറിന് നമ്മളെ ലൈഫ് പർപ്പസ് കണ്ടെത്താനും നമ്മളെ ഭക്ഷണം കഴിക്കുന്നത് 80% ആകാനും നമ്മളൊരു ബിഗിനേഴ്സ് മൈൻഡ് ആകാനും അതുപോലെ തന്നെ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും വളരെ ബേബി സ്റ്റെപ്സ് എടുത്ത് പോയിട്ടുണ്ട് വെച്ചാൽ നമുക്ക് വളരെയധികം നല്ല നല്ല രീതിയിലേക്ക് അതിന്റെ ഇതിലേക്ക് എത്താൻ പറ്റും, ഉന്നതിയിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ജീവിതത്തിൽ നമുക്ക് നല്ല ക്ഷമയോട് കൂടിയിട്ട് ചെയ്യാനും ഫെയിലിയർ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ശക്തി ഉണ്ടെങ്കിൽ, അതായത് മുമ്പിൽ കാണാം, നമ്മൾ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ആൻഡ് പ്രിപ്പയർ ഫോർ ദ വേഴ്സ്റ്റ് എന്നൊക്കെയാണ് പറയാം. അത് തോൽവിയും സംഭവിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ള ഒരു ഇതും കൂടി മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് വരുമ്പോൾ നമ്മളിലേക്ക് അത് എഫക്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. അതുപോലെ ഈ വാബി സാബി എന്ന് പറഞ്ഞതും വളരെ മനോഹരമായിട്ടുള്ള കോൺസെപ്റ്റ് തന്നെയാണ്. നമ്മളെ ഒരു എപ്പോഴും നമ്മൾ എല്ലാവരും പെർഫെക്റ്റ് ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. ഇപ്പൊ പലരും എല്ലാവരും എന്തെങ്കിലും ഒരു ഫ്ലോ ഉണ്ടാവും. അപ്പൊ അത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോകാന്നുള്ളതാണ്. അപ്പൊ ഇത്തരം നല്ല ആശയങ്ങൾ നമ്മൾ കാച്ചിക്കുറുക്കി നമ്മളിലേക്ക് എത്തിച്ചതിന് വളരെയധികം ഇത് പറയണം. പിന്നെ നേച്ചേഴ്സ് വാക്ക് ഉണ്ടല്ലോ, ഫോറസ്റ്റ് വാക്ക് എന്നെല്ലാം പറയുമ്പോൾ അത് റിസാക് സാർ പണ്ട് പറഞ്ഞിരുന്നു. അത് ഇങ്ങനെ കാല് ബാർ ഫൂട്ടായിട്ട് നടക്കുന്ന സമയത്ത് നമുക്ക് കാലിലേക്ക് എല്ലാ സെൻസും നമ്മൾ എലിവേറ്റ് ചെയ്യുന്നുള്ളതാണ്. നമുക്ക് കാഴ്ചയിൽ നമുക്ക് പൂവും അതേപോലെ പക്ഷികളും എല്ലാം കാണാൻ, സംഗീതം ആസ്വദിക്കുക. അതേമാതിരി മാം പറഞ്ഞ പോലെ വാഴേന്റെ കൊമ്പുകളിൽ അത് ടേസ്റ്റ്, അത് ഇതൊക്കെ തരും. കാറ്റ്, നല്ല കുളിർമയുള്ള കാറ്റ് ശരീരത്തിൽ ടച്ച്, എല്ലാ 5 സെൻസസും ആക്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ ആസ്വദിച്ച് ജീവിക്കാൻ പറ്റും. വളരെ നല്ല ക്ലാസ് ആയിരുന്നു മാം. താങ്ക് യു വെരി മച്ച്. അടുത്ത പറഞ്ഞോളൂ. മാജിക് മോർണിംഗ് വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. വളരെ നല്ലൊരു പ്രസന്റേഷൻ. അതുപോലെ തന്നെ ഇക്കിഗായി എന്ന പുസ്തകം വായിച്ചവരുണ്ടാവും ഇതില്. നമ്മൾ ചില ആളുകളൊക്കെ ആഴ്ചകളോളം എടുത്തിട്ടുണ്ടാവും, ചില ആളുകൾ ഒരു മാസം എടുത്തിട്ടുണ്ടാവും. ആ ഒരു പുസ്തകമാണ് എല്ലാവർക്കും വളരെ ലളിതമായ രീതിയിൽ കുറഞ്ഞ സമയം കൊണ്ട് നല്ല ഒരു എക്സാമ്പിളോട് കൂടി നല്ലൊരു ഒഴുക്കോട് കൂടിയാണ് ഞാൻ ക്ലാസ് എടുത്തത്. അത് വായിച്ചിട്ട്, ആ പുസ്തകം വായിച്ചിട്ട് ഒരു തവണ 2 തവണയൊക്കെ വായിച്ചിട്ട് മനസ്സിലാകാത്ത ആളുകൾക്കൊക്കെ ചിലപ്പം ഒരു പക്ഷേ ക്ലാസ് കൊണ്ട് കൂടുതൽ അത് മനസ്സിലാക്കാനും അത് പ്രാവർത്തികമാക്കാനൊക്കെ പറ്റുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഓൾ. നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. ബുക്ക് ഉണ്ടെങ്കിലും ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല. അപ്പൊ ഇനി മുതൽ വായിച്ചു തുടങ്ങണം. താങ്ക് യു മാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്.
പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് അതെ. സാറേ, കേൾക്കുന്നുണ്ട്. ഇന്നത്തെ ടോപ്പിക് ഞാൻ കുറച്ച് ലേറ്റായി പള്ളിയിൽ പോകുന്നതുകൊണ്ട്, പക്ഷെ നല്ലൊരു ക്ലാസ് ആയിരുന്നു കേട്ടോ ഇന്നത്തെ ടോപ്പിക്. കാരണം ഞാൻ പുസ്തകം വായിച്ചില്ലെങ്കിലും മാം നല്ല ഉദാഹരണത്തോടുള്ള ക്ലാസ് ആയിരുന്നു. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഭക്ഷണത്തിന്റെ കാര്യത്തിലായാലും എനർജി നമ്മൾ മാനേജ് ചെയ്യേണ്ട കാര്യത്തിലൊക്കെ നല്ല ടോപ്പിക് ആയിരുന്നു. താങ്ക് യു. ഓക്കെ, മാജിക് മോർണിംഗ് ടു ഓൾ. നമുക്ക് എങ്ങനെ ഒരു ദിവസം അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എങ്ങനെ സന്തോഷത്തോടു കൂടി മുമ്പോട്ട് കൊണ്ടുപോകാം, നമുക്ക് ജീവിതത്തിൽ എന്ത് ഡെവലപ്മെന്റ് ഒക്കെ വരുത്തണം, അല്ലെ നമ്മൾ എങ്ങനെയാണ് ഓരോ സംഗതികളും നമ്മുടെ കണ്ണിലൂടെ കാണേണ്ടത്, നമ്മുടെ നെഗറ്റീവിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, നാം എങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കണം, അതുപോലെ തന്നെ നേച്ചർ വർക്ക്, പിന്നെ ഫൈൻഡ് ദ ബ്യൂട്ടി ഇൻ ഇംപെർഫെക്ഷൻ, ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് അല്ലേ. നമ്മൾ തന്നെ നമ്മളോട് കമ്പാഷനേറ്റ് ആയാലേ നമുക്ക് മറ്റുള്ളവരെ സ്വീകരിക്കാനും മറ്റുള്ളവരുടെ നെഗറ്റീവ് അംഗീകരിക്കാനും ഒക്കെ സാധിക്കുള്ളൂ. അപ്പം തീർച്ചയായിട്ടും നല്ലൊരു ഉൾക്കാഴ്ച തന്ന ക്ലാസ് ആയിരുന്നു മാം. പറഞ്ഞതുപോലെ കിഗായി പല പ്രാവശ്യം വായിച്ചിട്ടുണ്ടെങ്കിലും നമുക്കതിലെ സംശയങ്ങളൊക്കെ വെറും ഇത്രയും ഒരു ടൈം കൊണ്ട് മാം തീർത്തു തന്നു. കഴിഞ്ഞ അതിന്റെ പേര് ഓക്കെ മാം, അപ്പൊ ഇന്ന് ഇത്രയും നല്ലൊരു ടോപ്പിക്കൽ സെഷൻ എടുത്തുന്ന മാമിന് നന്ദി. ഈ സെഷൻ പങ്കെടുത്ത ബാക്കി ബി മാജിക് മെമ്പേഴ്സിന് നന്ദി. താങ്ക് യു മാം, താങ്ക് യു ഓൾ. താങ്ക് യു മാം, താങ്ക് യു ഓൾ. Thank you, ma'am. Thank you all. ഇനി